ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വരാനിരിക്കുന്ന JCI എക്സാം ആയാലും അതേപോലെ കേരള ബാങ്ക് എക്സാമൊക്കെ അതിലൊക്കെ എന്താണ് നമ്മുടെ ഫോറിൻ കോർപ്പറേഷൻ്റെ സുപ്രധാന ഭാഗം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ ആണ്. സോ നമുക്ക് വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ, അപ്പോൾ സ്വീഡനിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് 1860 1870 കാലഘട്ടത്തിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വീഡനിൽ സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വീഡനിൽ സ്റ്റാർട്ടായിട്ടുള്ളത് നമുക്കറിയാം പബ്ലിക് സെക്ടർ മേഖലയിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് സെക്ടർ ഏരിയയിലാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇത് സ്വീഡൻ എന്ന് പറയുന്നത് 75% പോപ്പുലേഷൻ, സ്വീഡനിലുള്ള 75% ജനങ്ങൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ മേഖലയിലും അതുമായി ബന്ധപ്പെട്ടുള്ള അഗ്രികൾച്ചറും അതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലാണ് പ്രധാനമായിട്ടും അവർ കൃഷി ചെയ്തിരുന്നതും അതേപോലെ വർക്ക് ചെയ്തിരുന്നതും ഒക്കെ. അപ്പോൾ ഇത് ആഫ്റ്റർ ഇംഗ്ലണ്ട്, അതായത് നമ്മുടെ ഇംഗ്ലണ്ടിന് ശേഷം കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ സക്സസ് കൈവരിച്ച രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ സ്വീഡൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് കൺസ്യൂമർ മൂവ്മെൻറ്റായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയിട്ടത് ഇംഗ്ലണ്ടിലാണ്. ഇതെന്താണ്, ഇംഗ്ലണ്ടിന് ശേഷം സ്വീഡനാണ് സെക്കൻഡ് കൺട്രി എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ സെക്കൻഡ് കൺട്രി എന്ന് പറയുന്നത് സക്സസ് അച്ചീവ് ചെയ്തിട്ടുള്ള സെക്കൻഡ് കൺട്രി എന്ന് പറയുന്നത് എന്താണ്, സ്വീഡനാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം, അതായത് ആഫ്റ്റർ ഇംഗ്ലണ്ട് സ്വീഡൻ ഈസ് എ സെക്കൻഡ് കൺട്രി ടു അച്ചീവ് സക്സസ് ഇൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, 1860 1870 കാലഘട്ടങ്ങളിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പബ്ലിക് സെക്ടറിലാണ്. ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ടിന് ശേഷം കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് രണ്ടാമതായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ സ്വീഡൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാം ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വീഡനിലെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് H. എൽഡിനാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് H. എൽഡിനാണ്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ഈ സ്വീഡനിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോപ്പറേറ്റീവ് സ്റ്റോഴ്സുകൾ, സ്വീഡനിലെ കോപ്പറേറ്റീവ് സ്റ്റോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏതിൻ്റെ മാതൃകയിലാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസറാണ് റോക്കഡെയിൽ പാറ്റേണിലാണ് സ്വീഡനിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് സെറ്റപ്പ് ചെയ്തിട്ടത് റോക്കഡെയിൽ പാറ്റേണിലാണ്. അപ്പോൾ നമുക്ക് തന്നെ പറയാം, കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഇൻ സ്വീഡൻ വെർ സെറ്റപ്പ് ഓൺ റോക്കഡെയിൽ പാറ്റേൺ മോഡലിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സ്വീഡനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് KF എന്ന് പറയുന്നത്. എന്താ KF എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് ആണ്. അതായത് കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ്, ചിലപ്പോൾ KF എന്ന് ചോദിച്ചിട്ട് അത് ചിലപ്പോൾ എക്സ്പാൻഷൻ ചോദിക്കാം. അപ്പോൾ മാറിപ്പോയത് കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് ആണ്. സ്വീഡനിലെ മറ്റൊരു യൂണിയൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കോപ്പറേറ്റീവ് യൂണിയൻ, അല്ലെങ്കിൽ സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റി ആണ് കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ്, അല്ലെങ്കിൽ നമ്മുടെ KF എന്ന് പറയുന്നത്. അപ്പോൾ ഈ KF സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് 1899. 1899 കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് നമ്മുടെ സ്വീഡനിലുള്ള സോൾന സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത്. സോൾന സ്റ്റോക്ക്ഹോം ആണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. സോൾന സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോം ആണ് ഈ കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ് ഈ ഒരു കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് എന്ന് പറയുന്നത് സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അതേപോലെ തന്നെ ഇതൊരു ഹോൾസെയിൽ സൊസൈറ്റിയുമാണ്. ഹോൾസെയിൽ സൊസൈറ്റിയുമാണ്. അപ്പോൾ ഈ KF ആണ് കൺസ്യൂമർ സൊസൈറ്റിയുടെ അപ്പെക്സ് എന്ന് പറയുന്നത്. സ്വീഡനിലെ കൺസ്യൂമർ സൊസൈറ്റിയുടെ അപ്പെക്സ് എന്ന് പറയുന്നത് ഈ കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് അല്ലെ നമ്മുടെ KF ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ KF അല്ലെങ്കിൽ നമ്മൾ പറയാം ഈ KF നമ്മൾ പറഞ്ഞ ഹോൾസെയിൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ KF ഹോൾസെയിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഹോൾസെയിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് KF ഹോൾസെയിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1904 എന്താണ് 1904 സംഭവിച്ചത്? KF സ്റ്റാർട്ടഡ് ഹോൾസെയിൽ സ്റ്റോർ. KF സ്റ്റാർട്ടഡ് ഹോൾസെയിൽ ട്രേഡ് ഹോൾസെയിൽ ട്രേഡ് തുടങ്ങിയിട്ടുള്ളത് 1904 അതേപോലെ 1909 KF എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? ഒരു സോളിഡിറ്റി ഡിപ്പാർട്ട്മെൻറ്റും കൂടി എന്താ സ്റ്റാർട്ട് ചെയ്തത്? ഒരു സോളിഡിറ്റി ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആര് സ്റ്റാർട്ട് ചെയ്തു? ഈ പറയുന്ന KF സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ KFനെ കുറിച്ചിട്ട് ഇപ്പോൾ പഠിച്ചതെന്താ? KF എന്ന് പറയുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1899 കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് അല്ലെങ്കിൽ KF എന്ന് പറയുന്നത് സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സോൾന സ്റ്റോക്ക്ഹോം. സ്വീഡനിലെ സോൾന സ്റ്റോക്ക്ഹോമിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എന്താണ് ഇതെന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അതേപോലെ ഒരു ഹോൾസെയിൽ സൊസൈറ്റി ആണ്. അതോടൊപ്പം നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റീസ് ഇൻ സ്വീഡൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ ഹോൾസെയിൽ ട്രേഡ് തുടങ്ങിയിട്ടുള്ളത് 1904 സോളിഡിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് 1909 നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ KFൻ്റെ കീഴിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ബൾബിൻ്റെ പേരാണ് ലൂമ. എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ബൾബിൻ്റെ പേരാണ്. ഓക്കെ. അതേപോലെ ഇവരൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വാർഗാർഡ്. എന്താണ് അതിൻ്റെ പേരാണ്? വാർഗാർഡ് എന്നാണ് അതിൻ്റെ പേര്. വാർഗാർഡാണ് എന്താണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് വാർഗാർഡ് കോപ്പറേറ്റീവ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുന്നത്? KF എന്ന് പറയുന്നത് ICL ഒരു മെമ്പറാണ്. KF എന്ന് പറയുന്നത് എന്താണ്? ICL ഒരു മെമ്പറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ KFനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. അതേപോലെ ഇവർക്കൊരു പബ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ സ്വീഡനെ എടുത്ത് നോക്കുമ്പോൾ സ്വീഡനിൽ നമ്മൾ വരുന്നിട്ടുള്ള കുറേ പബ്ലിക്കേഷനുകളുണ്ട്. നമുക്കറിയാം പിന്നെ പല ഇതിനും ഇപ്പം നമുക്ക് എടുത്താലും നാഷണൽ വൈസ് എടുത്താലും ഇൻ്റർനാഷണൽ വൈസ് എടുത്തിട്ടുണ്ടെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറേ പബ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ഇതിൽ സ്വീഡനിലെ ഫോറിൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എടുക്കുമ്പോൾ അവർക്കും ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. ആ പബ്ലിക്കേഷൻസ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സ്വീഡനുമായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഫോറിൻ കോർപ്പറേഷനിൽ സ്വീഡനായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പബ്ലിക്കേഷനാണ് അല്ലേ. എന്ന് പറയുന്നത് എന്താണ്? വീക്ക്ലി പബ്ലിക്കേഷനാണ്. എന്ന് പറയുന്നത് എന്താണ്? വീക്ക്ലി പബ്ലിക്കേഷനാണ്. വീക്ക്ലി പബ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ അടുത്തൊരു പബ്ലിക്കേഷനാണ് വരുന്നത് അവർ സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പബ്ലിക്കേഷനാണ്. അടുത്താണ് ദ ഹോം എന്ന് പറയുന്നത്. ദ ഹോം എന്ന് പറയുന്നത് എന്താണ്? ഒരു പബ്ലിക്കേഷൻസ് ആണ്. അതേപോലെ ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻ എ മന്തിൽ ഒരു മന്തിൽ 2 പ്രാവശ്യം പബ്ലിഷ് ചെയ്യുന്നതാണ് ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത് മറ്റൊരു പബ്ലിക്കേഷനാണ്. അതെന്താണ്? ട്വൈസ് ഇൻ എ മന്ത് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്? എന്ന് പറയുന്നത് ഒരു വീക്ക്ലി പബ്ലിക്കേഷനാണ്. അവർ സെൽഫ് എന്ന് പറയുന്നത് ഒരു പബ്ലിക്കേഷനാണ്. ദ ഹോം എന്ന് പറയുന്നത് മറ്റൊരു പബ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത് ട്വൈസ് ഇൻ എ മന്ത് അതെന്താണ്? മറ്റൊരു പബ്ലിക്കേഷനാണ്. നമുക്കത് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് അടുത്ത് നമ്മൾ എടുക്കുമ്പോൾ
എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കുറേ സ്വീഡനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേം ഉണ്ട്. സ്വീഡനിൽ ഫോം ചെയ്തിരുന്ന ഒരു സൊസൈറ്റിയാണ് ബ്യൂറിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താ ബ്യൂറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശവദാഹം എന്നാണ് അർത്ഥം. അപ്പോൾ ബ്യൂറിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീഡനിൽ ഫോം ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1954 സ്റ്റോക്ക് ഹോമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്യൂറിയൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത്. ബ്യൂറിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത് 1954 നമ്മുടെ സ്റ്റോക്ക് ഹോമിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ഹോമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്യൂറിയൽ ടൈപ്പ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതേപോലെ നമ്മുടെ ആക്റ്റീവ് പ്രൈസ് പോളിസി ആര് ഫോളോ ചെയ്തതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആക്റ്റീവ് പ്രൈസ് പോളിസി, അതേപോലെ തന്നെ നമ്മുടെ ക്യാഷ് ട്രേഡിംഗ്, ദെൻ പ്രൈസ് ഫിക്സിംഗ് ഏജൻസി, ഓംബുഡ്സ്മാൻ സിസ്റ്റം ഇതൊക്കെ എന്താണ്, സ്വീഡനിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി, അതേപോലെ തന്നെ ക്യാഷ് ട്രേഡിങ്, പ്രൈസ് ഫിക്സിംഗ് ഏജൻസി, ഓംബുഡ്സ്മാൻ സ്കീം. ഈ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ടേമുകളൊക്കെ എന്താണ്, ഈ ടേമുകളൊക്കെ ഈ കോപ്പറേറ്റീവ് സ്വീഡനിൽ നമ്മൾ അറൈവ് ചെയ്തിട്ടുള്ള ടേമുകളാണ് ഈ പറയുന്നതൊക്കെ. നെക്സ്റ്റ് നമുക്ക് വരാൻ ഡോമസിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ്, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, അവയൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഓർഗനൈസേഷനാണ് ഡോമസ് എന്ന് പറയുന്നത്. എന്താണ് ഡോമസ് എന്ന് പറഞ്ഞാൽ? ഈസ് ആൻ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്വീഡൻ ടു റെഗുലേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ സൂപ്പർ മാർക്കറ്റ്. അവിടെ റെഗുലേറ്റ് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും നിയോഗിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്താണെന്ന് പറയുന്നത്, ഡോമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോമസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞത് നമ്മുടെ കോപ്പറേറ്റീവ് ഫോർ ബഡ്ജറ്റും അതേപോലെ ലോക്കൽ സൊസൈറ്റികളുമാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത് വിതരണം ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്വീഡനെ കുറിച്ചിട്ട് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ ഈ കോപ്പറേറ്റീവ് നമ്മൾ പറഞ്ഞു, ഡയറി സൊസൈറ്റികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഡയറി സൊസൈറ്റികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീഡനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറി സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഡയറി സൊസൈറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂഷൻ എന്ന്. ഡയറി സൊസൈറ്റീസ് അതായത് ഇതിലുള്ള സ്വീഡനിലുള്ള ഡയറി സൊസൈറ്റികളെ നമ്മൾ ഫ്യൂഷൻ എന്നാണ് വിളിക്കുക. ഫ്യൂഷൻ എന്നാണ് നമ്മൾ ഡയറി സൊസൈറ്റികളെ വിളിക്കുക. ഓക്കെ. അതേപോലെ മിൽക്കോ എന്ന് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ് ബേസ്ഡ് സ്വീഡിഷ് ഡയറി പ്രൊഡക്റ്റ് ആണ്. മിൽക്കോ എന്ന് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ് ബേസ്ഡ് സ്വീഡിഷ് ഡയറി സൊസൈറ്റീസ് ആണ് നമ്മുടെ മിൽക്കോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതേപോലെ തന്നെ വിത്തൗട്ട് ബൗണ്ടറി ഫണ്ട്, ആ ഒരു ടേം KF-മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിത്തൗട്ട് ബൗണ്ടറി ഫണ്ട് എന്ന് പറഞ്ഞാൽ KF അതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, സ്വീഡനിലാണ്. വിത്തൗട്ട് ബൗണ്ടറി ഫണ്ട് എന്ന് പറയുന്നത് KF-മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതും സ്വീഡനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇൻഫിനിറ്റി സൈൻ. എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇൻഫിനിറ്റി സൈൻ എന്ന് പറയുന്നത് അതും എന്താണ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, സ്വീഡനിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ബന്ധമുള്ളതാണ് ഇൻഫിനിറ്റി സൈൻ എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി സൈൻ മറക്കരുത്, ഇൻഫിനിറ്റി സൈനാണ്. അതേപോലെ സ്വീഡനെ കുറിച്ചിട്ട് നമുക്ക് പറയുമ്പോൾ മറ്റൊരു ഇതാണ് SMR എന്നുള്ളത്. എന്താ SMR എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് ഡയറി അസോസിയേഷനാണ്. നമ്മുടെ SMR എന്ന് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ് ഡയറി അസോസിയേഷനാണ്. SMR എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് അടുത്തത് പറയുന്നത് KVO ആണ്. KVO എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ഓർഗനൈസേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ഇൻ സ്വീഡനിലുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൻ്റെ പേരാണ്. സ്വീഡനിലുള്ള എന്താണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ പേരാണ് KVO എന്ന് പറയുന്നത്. KVO.
അതേപോലെ തന്നെ നമുക്ക് സ്വീഡനെ കുറിച്ച് പറയുമ്പോൾ അടുത്തത് പറയാനുള്ളതാണ് NCB. എന്താ NCB എന്ന് പറഞ്ഞാൽ നാഷണൽ ക്രെഡിറ്റ് ബാങ്ക്. നാഷണൽ ക്രെഡിറ്റ് ബാങ്ക്. ഈ നാഷണൽ ക്രെഡിറ്റ് ബാങ്ക് NCB, നാഷണൽ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ. അതായത് സെൻട്രൽ ഓർഗനൈസേഷൻ, അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന സെൻട്രൽ ഓർഗനൈസേഷനാണ് എന്താണ് നമ്മുടെ നാഷണൽ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. നാഷണൽ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു പബ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദ ഹോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദ ഹോം എന്ന് പറയുന്ന പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ആരുടെയാണ്? സ്വീഡനിലെ പബ്ലിക്കേഷനാണ്. അത് HSBയുടെ പബ്ലിക്കേഷനാണ്. HSB അതായത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ഹൗസിംഗ് സൊസൈറ്റീസ് അതായത് നമ്മുടെ 1923 അറൈവ് ചെയ്തിട്ടുള്ള HSB ഹൗസിംഗ് സൊസൈറ്റിയുടെ പബ്ലിക്കേഷനാണ് നമ്മുടെ ഹോം എന്ന് പറയുന്നത്. പിന്നെന്താണ് നമുക്ക് സ്വീഡനിൽ പറയുമ്പോൾ നമ്മൾ എന്താണ് ബാങ്കിങ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് ഏതാണ്? റിക്സ് ബാങ്ക്. റിക്സ് ബാങ്ക് ഓഫ് സ്വീഡൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഏതാണ്? റിക്സ് ബാങ്ക്. റിക്സ് ബാങ്ക് 1668 ഫോം ചെയ്തിട്ടുള്ള റിക്സ് ബാങ്ക് സ്വീഡനിലാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്വീഡനെ കുറിച്ച് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കത് ചെയ്യാം, റിവൈൻഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. അതായത് സ്വീഡനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഏത് വർഷമാണ്? 1860-1870 കാലഘട്ടത്തിലാണ് സ്വീഡനിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പബ്ലിക് സെക്ടറിലാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫാദറാണ് H.Eldin എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിന് ശേഷം സെക്കൻഡ് കൺട്രി കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് കൺട്രിയാണ് നമ്മുടെ ഏതാണ്? സ്വീഡൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സ്വീഡനിൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് കോപ്പറേറ്റീവ് ഫോർബണ്ടറ്റ് അല്ലെങ്കിൽ KF ആണ്. KF സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 1899 KF സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സോൾന സ്റ്റോക്ക് ഹോമിലാണ്, സ്വീഡനിലാണ്. അതേപോലെ KF എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയനാണ്. അതേപോലെ തന്നെ ഒരു ഹോൾസെയിൽ സൊസൈറ്റിയുമാണ്. പിന്നെ നമ്മൾ പഠിച്ചു KF എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റിയുടെ അപ്പെക്സ് ആണ്. അതേപോലെ അത് ഹോൾസെയിൽ ട്രേഡ് തുടങ്ങിയിട്ടുണ്ട്. ഏത് വർഷമാണ് ഹോൾസെയിൽ ട്രേഡ് തുടങ്ങിയിട്ടുള്ളത്? 1904 ഹോൾസെയിൽ ട്രേഡ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സോളിഡിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. KF ഒരു സോളിഡിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ സോളിഡിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1909 1980 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ KF പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോണിക് ബൾബിൻ്റെ പേരാണ് ലൂമ. അതേപോലെ അവരുടെ കോളേജാണ് വാർഗാർഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ KF എന്ന് പറയുന്നത് ICILN മെമ്പർഷിപ്പ് ഉള്ളതാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ക്യാഷ് ട്രേഡിങ്. അതായത് ക്യാഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ആൻഡ് ക്യാരി ആണ്. അതായത് നമ്മുടെ എന്താണ് സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കൺസ്യൂമർ സൊസൈറ്റികളിലൊക്കെ സാധാരണ കടം കൊടുക്കില്ല. ക്യാഷ് കൊണ്ടുവന്നാൽ മാത്രമേ സാധനങ്ങൾ കൊടുക്കുള്ളൂ. ക്യാഷ് ആൻഡ് ക്യാരി. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാരി പോളിസി, അതേപോലെ ആക്റ്റീവ് പ്രൈസ് പോളിസി, പ്രൈസ് ഫിക്സിംഗ് ഏജൻസി, ഓംബുഡ്സ്മാൻ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്വീഡനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഡോമസ്, നമ്മൾ ഡോമസിനെ കുറിച്ച് പറഞ്ഞു. ഡോമസ് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനാണ് അല്ലേ. ഡോമസ് എന്തിനുള്ള ഓർഗനൈസേഷനാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളെയും സൂപ്പർ മാർക്കറ്റുകളെയും അവരെ ഗൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു സ്ഥാപനമാണ് ഡോമസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ. അടുത്ത നമ്മളെന്താ പഠിച്ചത്? നമ്മൾ കുറച്ച് പബ്ലിക്കേഷൻസ് സ്വീഡൻ്റെ പറഞ്ഞു. ഏതൊക്കെയാണ് അതിൻ്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്? വി എന്ന് നമ്മൾ പറഞ്ഞു, അവർ സെൽഫ് എന്ന് പറഞ്ഞു, ദ കോപ്പറേറ്റർ. വി എന്ന് പറയുന്നത് വീക്ക്ലി പബ്ലിക്കേഷൻ, അവർ സെൽഫ് ഉണ്ട്, ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടൈസ് ഇൻ എ മന്തിലാണ്, ദ ഹോം ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ പബ്ലിക്കേഷൻസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? നാഷണൽ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്നത് NCB. അതായത് നാഷണൽ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഓർഗനൈസേഷൻസ് ഓഫ് ദി അഗ്രികൾച്ചർ ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ സ്വീഡൻ. സ്വീഡനിലെ സെൻട്രൽ ഓർഗനൈസേഷനാണ്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ഓർഗനൈസേഷനാണ് NCB എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത്? HSB എന്താണ്? ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആണ്. 1923 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ പബ്ലിക്കേഷനാണ് ദ ഹോം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ്? KVO. എന്താ KVO എന്ന് പറഞ്ഞാൽ? ഇത് സ്വീഡനിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ് KVO എന്ന് പറയുന്നത്. അതേപോലെ എന്താണ്? നമ്മൾ ബ്യൂറിൽ
ബ്യൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളും സ്വീഡനിൽ ഫോം ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ഫസ്റ്റ് ബ്യൂറൽ സൊസൈറ്റി എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോമിലാണെന്ന് നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ എന്താണ് സ്വീഡനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം.